ഇന്നലത്തെ രണ്ടാമത്തെ ന്യൂസിലാൻഡുമായിട്ടുള്ള മാച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ രോഹിത് ശർമ്മയും ഗില്ലും തുടക്കം പതിയെയാണ് തുടങ്ങിയത്. പക്ഷേ 10 ഓവറിൽ 58 റൺസ് എന്നുള്ള വിക്കറ്റൊന്നും പോകാതെ 58 റൺസ് എന്നുള്ള ഒരു മികച്ച നിലയിൽ ഇന്ത്യ വന്നെങ്കിലും പിന്നീട് ഗില്ല് ഔട്ടായതിനു ശേഷം വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും പെട്ടെന്ന് ഔട്ടായി. അങ്ങനെ നിശ്ചിതമായ ഇടവേളകളിൽ ഇന്ത്യയുടെ വിക്കറ്റ് വീണുകൊണ്ടേയിരുന്നു. പിന്നെ അവസാന ഓവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ KL രാഹുലിൻ്റെ കൂടെ ആഞ്ഞടിക്കാൻ ഒരാളില്ലാതെ പോയി. രവീന്ദ്ര ജഡേജയാണല്ലോ നമുക്കറിയാം. അദ്ദേഹം ഈ ODIയിൽ കളിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് ബോളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ഓൾറൗണ്ടറാണ്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ഒരു റൺസ് ഒരു കൂറ്റനടിക്കാരനല്ല അദ്ദേഹത്തിൻ്റെ ശൈലി എങ്ങനെയാണ്. പിന്നെ അതിന് ശേഷം വന്ന ഹർഷിത് റാണ ആണെങ്കിലും വലിയ നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡി ആണെങ്കിലും ഒക്കെ അവർക്കൊന്നും അടിച്ച് കളിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ അവർക്കത് കഴിഞ്ഞില്ല. നമ്മുടെ KL രാഹുലിൻ്റെ കൂടെ അവസാന ഓവറിലേക്ക് വരുമ്പോൾ ഒരു ആഞ്ഞടിക്കാൻ നമുക്ക് ഒരാൾ വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ശരിക്കും മിസ് ചെയ്യുന്ന പലരും ഉണ്ട്, നിങ്ങൾക്കറിയാതെ. അതുപോലെ അവരുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺവേ ആണെങ്കിലും നിക്കാൾസ് ആണെങ്കിലും പെട്ടെന്ന് ഔട്ടാവുകയും ഇന്ത്യക്കൊരു പ്രതീക്ഷ തരികയും ചെയ്തു. കാരണം ഇന്ത്യക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള പ്രതീക്ഷ. ആദ്യ 10 ഓവറിൽ ഹർഷിത് റാണ ആണെങ്കിലും സിറാജ് ആണെങ്കിലും വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്ത് നമുക്ക് ആ 10 ഓവർ കാണുമ്പോൾ ഇന്ത്യ എന്തായാലും ജയിക്കും, ഈ കളി ഇന്ത്യ ജയിക്കും എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ എന്തായാലും വരും. പക്ഷേ അതിനുശേഷം വന്ന ബോളേഴ്സ് ആണെങ്കിലും തുടക്കത്തിൽ വലിയ കുഴപ്പമില്ലാതാണെങ്കിലും പിന്നീട് പ്രത്യേകിച്ചും കുൽദീപ് യാദവ്, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരുപാട് റൺസ്, ഒരു 10 ഓവറിൽ അദ്ദേഹത്തിന് ഒരുപാട് റൺസ് വഴങ്ങേണ്ടി വന്നു. പിന്നെ അവരുടെ ബാറ്റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ അവർ ഔട്ടായെങ്കിലും രണ്ടുപേർ ഔട്ടായെങ്കിലും പിന്നീട് വന്ന മിച്ചൽ ഇന്ത്യയുടെ അന്തകനാണെന്ന് പറയാം. പല മാച്ചുകളിലും ഇന്ത്യക്കെതിരെ നിന്ന് ജയിപ്പിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഫ്യൂച്ചറുള്ള ഒരു താരമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിനോട് വെറുപ്പ് തോന്നും ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ. അതുപോലെ ഇന്നലത്തെ മാച്ച് അങ്ങനെയായിരുന്നു. കാരണം ഭയങ്കര ഒരുമാതിരി ഒരു അറഞ്ചം പുറഞ്ചെന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. എനിക്കങ്ങനെ പേഴ്സണലായിട്ട് തോന്നി, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കറിയാം യങ് തുടക്കത്തിലൊന്ന് പതറി നിന്നെങ്കിലും ആ വിക്കറ്റ് അപ്പം പോകുമായിരുന്നെങ്കിൽ കുറച്ച് മെച്ചമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം നിലയുറപ്പിച്ച് 87 റൺസ് എടുത്തു. പിന്നെ പുറകോട്ട് വന്ന ഫിലിപ്സ് ആണെങ്കിലും അപ്പോഴത്തേക്കും ഇന്ത്യ കളി കയ്യിൽ നിന്ന് പോയി. കാരണം 2 വിക്കറ്റ് പോയിട്ട് ഒരു നിശ്ചിത ഇടവേളകളിൽ ഇന്ത്യയുടെ വിക്കറ്റ് പോയ പോലെ അവരുടെ വിക്കറ്റ് പോയിരുന്നെങ്കിൽ ഇന്ത്യക്കൊരു ഹോപ്പ് ഉണ്ടായേനെ. പിന്നെ ഒരു 30 റൺസിൻ്റെ ഒരു ഷോർട്ടേജ് അവിടെ വന്നു. ഇന്ത്യക്ക് എങ്ങനെയായാലും ഒരു 320 റൺസ് എടുത്താൽ മാത്രമേ ഈ ഒരു വിക്കറ്റിലൊരു വിജയം നേടാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവസാനത്തെ ഏകദിന മത്സരം എന്തായാലും ഒരു 1-1 ആയതുകൊണ്ട് തന്നെ അത് ഒരു മികച്ച മത്സരമായിട്ട് കാണുമെന്ന് നമുക്ക് തോന്നും. കാരണം അതിപ്പോൾ ടൈ ആണല്ലോ. അപ്പം അടുത്ത മത്സരത്തിൽ ഇന്ത്യ ശക്തമായി തിരിച്ചു വരും നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ വീഡിയോ നിർത്തുകയാണ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക്